ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 42യിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോർഷൻ പറയുന്നു, ആവർത്തനം 12 മുതൽ 15 വരെയും മർക്കോസ് 14 അധ്യായത്തിൽ നിന്നുമാണ് ഇന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാവരും വായിച്ചത് റെഡി ആയിട്ടിരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ വിളിച്ച ഒരു പദം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യമുണ്ടെങ്കിലും 4 സുവിശേഷങ്ങളിൽ മർക്കോസ് സുവിശേഷത്തിൽ മാത്രം ഈ പദം കാണുവാൻ സാധിക്കും. ഏതാണ് ആ പദം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ വിളിച്ച ഒരു പദം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം ഉണ്ടെങ്കിലും 4 സുവിശേഷങ്ങളിൽ മർക്കോസ് സുവിശേഷത്തിൽ മാത്രം ഈ പദം കാണുവാൻ സാധിക്കും. ഏതാണ് ആ പദം? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, പാഠഭാഗത്ത് എത്ര വിധം മാനുകൾ ഉണ്ട്? ഏതല്ല? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പാഠഭാഗത്ത് എത്ര വിധം മാനുകൾ ഉണ്ട്? ഏതല്ല? മൂന്നാമത്തെ ചോദ്യം, സ്നേഹിതന് കടം കൊടുക്കുന്നവൻ എങ്ങനെ കൊടുക്കണം? സ്നേഹിതന് കടം കൊടുക്കുന്നവൻ എങ്ങനെ കൊടുക്കണം? നാലാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ വർഷം എന്ന വാക്കിന് പകരം പാഠഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഏത്? സ്വാതന്ത്ര്യ വർഷം എന്ന വാക്കിന് പകരം പാഠഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഏത്? അഞ്ചാമത്തെ ചോദ്യം, ഒരു പറവയുടെ പേരിന്റെ ആദ്യ 2 അക്ഷരം ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ്. പറവ ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പറവയുടെ പേരിന്റെ ആദ്യ 2 അക്ഷരം ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ്. പറവ ഏത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. എല്ലാവരും അതിന്റെ ഉത്തരം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. വിത്ത് റെഫറൻസ് ആണ് അയക്കേണ്ടത്. ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.